ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 10 കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു പെട്ടി പാക്കിംഗ് ആണ്. കാരണം നാളെ ഞാൻ തിരിച്ചു പോവുകയാണ്. എൻ്റെ ലീവ് കഴിഞ്ഞ് കുവൈറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം പെട്ടി പാക്ക് ചെയ്യുകയാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്. മോളില്ല, കാരണം അവൾ നല്ല ഉറക്കത്തിലാണ്. മോള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അതുകൊണ്ട് അവളെ ശല്യപ്പെടുത്താതെ നമുക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്യാം. ഹായ് ഗൈസ്, ആമി നല്ല ഉറക്കത്തിലാണ്. ആമി ഉണരുന്നതിന് മുമ്പ് നമുക്കിതെല്ലാം ചെയ്ത് തീർക്കണം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നത് പാക്ക് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പെട്ടിയിലോട്ട് പാക്ക് ചെയ്യണം. ഇതാണ് പെട്ടി. അപ്പം ഇതിനകത്തോട്ട് എല്ലാം കൂടെ പാക്ക് ചെയ്യാൻ പോവുകയാണ്. പേടനാണ് എടുത്ത് വെക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുകയാണ്. അവിടുത്തെ കുറച്ച് കൂട്ടുകാർക്കൂടെ കൊടുക്കാനുള്ളതൂടെ മേടിച്ചിട്ടുണ്ട്. ആമി ഉണർന്നിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ വലിച്ചു വാരി ഇടും. അതുകൊണ്ട് അവൾ ഉറങ്ങിയാലേ നമുക്കിതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ കവറിലുണ്ട്. ഇതാണ് നമ്മുടെ റൂം. അത് കുഴപ്പമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അച്ചാറാണ്. ചെറിയൊരു ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലാണ്. വെളുത്തുള്ളി അച്ചാർ. അതിൽ കപ്പലണ്ടി മിഠായി ഉണ്ട്. ഇത് കുറച്ചൊക്കെ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാം അവനുള്ള സാധനങ്ങളാണ്. സാധനങ്ങൾ അവനുള്ളതാണ്. ഏട്ടാ അങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും അധികം കഴിക്കത്തില്ല. ഈ പെട്ടി കാണുന്നതിന് നമുക്ക് ഇപ്പം നാളെ രാത്രിയാണ് പോകുന്നത്. നാളെ രാത്രി ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. വെളുപ്പിനാണ് ഫ്ലൈറ്റ്, 2:10. മറ്റേ ബാഗും കൂടെ വയ്ക്കണ്ടേ? അടയോ? ഇങ്ങനെ ട്രാവൽ ബാഗും കൂടെ ഉണ്ട്. വേണ്ടേ? ആമി നല്ല ഉറക്കമാണ്. അത് അടയൂലെന്ന് തോന്നുന്നു. തുറന്നു വെക്കേണ്ടി വരും. കവറിൽ നിന്ന് മാറ്റേണ്ടി വരും. ആ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഒരു 2-3 കവറിലായിട്ട് കെട്ടിയിടും. അപ്പം മണം പിടിക്കത്തില്ല.
എല്ലാത്തിൻ്റെ വരും. അത് ഒരു കവറിലിരിക്കുന്നു, ഒരു കുഴപ്പമില്ലല്ലേ? അവൻ്റെ ഈ സാധനങ്ങൾ ഇത്ര ആണെന്നല്ലേ അപ്പം നമ്മൾ പെട്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് ബാഗിലും കൂടെ ആക്കുകയാണ് സാധനങ്ങൾ. പെട്ടി അടയ്ക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാർക്കുള്ളതെല്ലാം സെപ്പറേറ്റ് കവറിലാക്കി വെച്ചേക്കുക. ബാഗും കൂടെ തൂക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഇവരിപ്പോൾ വെയിറ്റ് കൊടുക്കും. പണ്ട് ടീഷർട്ടൊക്കെ കൊണ്ടുപോകാണ്ട് പിന്നെ അതടയും. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം എടുത്തോ? ബാഗ് മൊത്തം പൊട്ടിയിരിക്കുക. ആമി നല്ല ഉറക്കം. ഇത്രയും സൗണ്ട് കേട്ടിട്ട് അവൾ ഉണർന്നിട്ടില്ല. നല്ല ഉറക്കത്തില്ല. ചാർജ് ചെയ്തിട്ടൊക്കെ എടുത്ത് വയ്ക്കാം. ട്രിമ്മറും കാര്യങ്ങളൊക്കെ വളരെ ട്രിമ്മറും പേസ്റ്റും സാധനം ഇട്ടില്ല. ഉപ്പ് വെച്ചിട്ടില്ല. നമ്മൾ പെട്ടി പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ചാർജറും കൂടെ എടുത്ത് വയ്ക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ആവും. ഇന്നത്തെ പെട്ടി പാക്കിങ് ഏകദേശമൊക്കെ എത്ര കിലോ വലിയ വെയിറ്റൊന്നും കാണില്ല. ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി വരും, തിരിച്ച് വീണ്ടും ലീവിന് വരും. അപ്പോൾ അവിടെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഇനി എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. കൂടെ ഉള്ളവരൊക്കെ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇനി വരാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ വരച്ച പടമാണ്. വേറെ ഒന്നും നോക്കില്ലെങ്കിലും കുഴപ്പമില്ല. പാസ്പോർട്ട് എല്ലാം നോക്കണം. പെട്ടി പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.